എല്ലാ ചങ്ങൾക്കും പുതിയ വീഡിയോ ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചെറിയൊരു വാച്ചിന്റെ ഒരു അൺബോക്സ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വീഡിയോക്ക് പോകുമ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്ത ബെല്ലൈക്കൻ ആളാക്കാൻ മറക്കരുത്. എന്നാലും ഞാൻ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അവസരം വരെ കണ്ടിട്ട് ലൈക്ക് ചെയ്യുന്ന മറന്നു ലൈക്ക് തന്നെ കാണാൻ ശ്രമിക്കുക. നമ്മളെ ഫാമിലി മെമ്പേഴ്സിന്റെ ഷെയറും കമന്റും ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിലുള്ള പ്രചോദനം. അപ്പൊ നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകുന്നു. ഇതാണ് നമ്മളെ വാച്ചിന്റെ പേര് ടെൽസൽ ജർമ്മനി. അപ്പൊ നമ്മളിത് വാച്ച് ഓപ്പൺ ആക്കുമ്പോൾ അതിന്റെ ആദ്യം ഫസ്റ്റിൽ അത് കവർ ചെയ്ത് വെച്ച് നിങ്ങൾ ഇവിടെ കാണാൻ പറ്റും. അത് അടിപൊളിയായിട്ട് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല രീതിക്ക്. യൂസർ മാനുവൽ ബുക്കാണ് അതിന്റെ ആദ്യം കാണുന്നത്. നമുക്ക് ആ ബുക്ക് ആദ്യം എടുക്കാം. അപ്പൊ അതില് നിങ്ങൾ ഇവിടെ കാണാം രണ്ട് ലെതറിന്റെ ഫോട്ടോയും വാച്ച്. ഇതാണ് നമ്മളെ വാച്ച്. പിന്നെ ആ വാച്ച് എങ്ങനെയൊക്കെ യൂസ് ചെയ്യണമെന്നുള്ളതും അതിന്റെ ആപ്പ് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യണ കാര്യങ്ങളൊക്കെ ഇത് അവർ കറക്റ്റ് എഴുതിയിട്ടുണ്ട്. ഇത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ക്വാളിറ്റി വാച്ചാണിത്. അപ്പൊ ഇതിന്റെ കവറിൽ 3 ഡിഫറെന്റ് കളറിൽ ലെതർ കൊടുത്തിട്ടുണ്ടെങ്കിലും പക്ഷെ ഞാൻ മേടിച്ചേക്കണത് 3 ബ്ലാക്ക് കളറാണ് എടുത്തേക്കണം. ഞാൻ ഒരേ നിറത്തിലുള്ള 3 ലെതറാണ്, ബ്ലാക്ക് കളർ ലെതറാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. അതിൽ ആദ്യത്തെ സ്ട്രാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തുണിയുടെ സ്ട്രാപ്പാണ്. അത് കഴിഞ്ഞ് രണ്ടാമത്തത് ഒരു സിലിക്കോന്റെ സ്ട്രാപ്പാണ് രണ്ടാമത്തെ സ്ട്രാപ്പ്. മൂന്നാമത്തത് അതൊരു സിലിക്കോന്റെ വേറെ ടൈപ്പിലുള്ള ഡിസൈൻ ടൈപ്പിലുള്ള ഒരു ബെൽറ്റാണ് മൂന്നാമത്തെ ബെൽറ്റ്. അപ്പൊ നമുക്ക് അതൊക്കെ മാറ്റി വയ്ക്കാം. അതിനുശേഷം ഈ കാണുന്നതാണ് നമ്മളെ ഈ വാച്ചിന്റെ ചാർജർ. അത് വയർലെസ് ചാർജറാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ നമ്മളെ വാച്ച് ഇപ്പൊ എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ കാണാം നല്ല അടിപൊളിയായിട്ടുള്ള അലുമിനിയം കേസിലാണ് ഈ വാച്ച് കമ്പനി ചെയ്തിരിക്കുന്നത്. അതിനൊക്കെ ഈ കാണുന്നത് അതിന്റെ പവർ ഓണും ബട്ടണും. ഇപ്പുറത്ത് കാണുന്ന ചെറിയൊരു ഹോൾ ഇവിടെ കാണാൻ പറ്റും. ഈ ഹോള് കാണുന്നത് അതിന്റെ മൈക്ക്, ഇപ്പുറത്തെ അതിന്റെ ലോക്ക് ബട്ടണുമാണ്. ഇനി നമുക്ക് അതിന്റെ ലെതർ ഒന്ന് ഇടാം. ലെതർ ഇടാനായിട്ട് നമ്മൾ വാച്ച് എടുക്കുക. വാച്ച് എടുത്തതിന് ശേഷം ജസ്റ്റ് ഇത് കണക്കൊന്ന് ഈ ഹോളിലോട്ടൊന്ന് കയറ്റി ഇട്ടാൽ മാത്രം മതി. നമുക്ക് ചെന്ന് ഇത് കണക്കത് കയറ്റിയിടാം. അപ്പൊ ഞാൻ ഒരു ലെതർ ഇട്ടിട്ടുണ്ട്. അത് കണക്ക് തന്നെ അതിന്റെ അപ്രസൈഡ് ലെതറും കൂടെ ജസ്റ്റ് ഇത് കണക്ക് ഈ ഹോളിലോട്ട് ജസ്റ്റ് ഇത് കണക്ക് ഇതിങ്ങനെ കറക്റ്റ് കയറ്റി കിട്ടാൽ മതി. വാച്ചിന്റെ ലെതർ ഇപ്പൊ ഇവിടെ കറക്റ്റ് ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ബാഗിൽ കാണാം അതിന്റെ നമ്മളെ സെൻസറും കാര്യങ്ങളൊക്കെയാണ്. അതായത് ഈ ബാഗിൽ കാണുന്നത് അതിന്റെ നമ്മളെ BP നോക്കണേ അതിന്റെയൊക്കെ സെൻസറും കാര്യങ്ങളൊക്കെ ഈ ബാഗിൽ ഇരിക്കുന്നത്. ഇനി നമുക്ക് വാച്ച് ഒന്ന് ഓൺ ആക്കാം. അതിന് ജസ്റ്റ് ഒന്ന് ഞെക്കി പിടിച്ചു കഴിഞ്ഞാൽ നമ്മളെ വാച്ച് ഓൺ ആവുന്നതാണ്. അപ്പൊ നമ്മളെ വാച്ച് ഇവിടെ ഓൺ ആക്കിയിട്ടുണ്ട്. ഇതിന്റെ ടച്ചൊക്കെ നിങ്ങൾ ഇവിടെ കാണാം. അടിപൊളിയായിട്ട് നല്ല സ്മൂത്ത് ആയിട്ടാണ് ഇത് വർക്ക് ആവുന്നത്. നമുക്കിത് മൊബൈലായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് അതിന്റെ ആപ്പ് ഓൺ ആക്കണം. അതിന്റെ ആപ്പ് നമുക്ക് ഓൺ ആക്കാം. ശേഷം നമ്മൾ ആപ്പ് ഓൺ ആക്കിയിട്ടുണ്ട്. ആപ്പ് ഓൺ ആക്കിയതിനു ശേഷം നമ്മൾ അതിന്റെ QR കോഡ് ഒന്ന് സ്കാൻ ചെയ്യണം. ഞാൻ ഇപ്പൊ ഇവിടെ ആപ്പിൽ QR കോഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സ്കാൻ ചെയ്യാം. ഇപ്പൊ സ്കാൻ ചെയ്യണം QR കോഡ്. ഇപ്പൊ സ്കാൻ ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ സെർച്ച് ടു വെബ് അതിന്റെ സൈറ്റിലോട്ട് പോവുകയാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. ഇനി നമുക്ക് നമ്മളെ പ്ലേ സ്റ്റോറിലോട്ട് പോവുകയാണ്. ഞാൻ ഇപ്പൊ ഇത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നേരെ ഓപ്പൺ. ഇപ്പൊ നമ്മൾ വാച്ച് ഓപ്പൺ ആക്കുന്നുണ്ട്. ഓപ്പൺ ആക്കിയതിനു ശേഷം ഇപ്പൊ നമ്മൾ ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റാൾ ചെയ്ത ആപ്പ് ഓപ്പൺ ആക്കാൻ പോവുകയാണ്. അപ്പൊ നമ്മള് എഗ്രി ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മളെ യൂസർ നെയിം പാസ്വേഡ് കൊടുക്കണം. ഇനി നമുക്ക് വാച്ച് മൊബൈലായിട്ട് കണക്ട് ചെയ്യാം. അതിനായിട്ട് ഇതിലൊരു ആപ്പ് ഉണ്ട്. ഇവിടെ ഈ ഓപ്പൺ ആകുമ്പോൾ ഇങ്ങനെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അതിനുശേഷം നമുക്ക് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ അതിലെ വാച്ചിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ കാണാം ആൾ ഡ്രൈവ് എന്നും പറഞ്ഞ് കാണാം. അപ്പൊ അതിൽ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്ക് നമ്മളെ വാച്ച് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഒന്ന് സ്കാൻ ചെയ്യുക. സ്കാൻ ചെയ്യുമ്പോൾ ഇതേക്ക് QR കോഡ് ചോദിക്കും. ഇവിടെ കാണാം. അപ്പൊ വാച്ചിന്റെ QR കോഡ് നിങ്ങൾ ഓപ്പൺ ആക്കി കൊടുക്കുക. ഞാൻ ഇപ്പോൾ വാച്ചിന്റെ QR കോഡ് ഓപ്പൺ ആക്കിയാണ്. ഈ റോബോട്ടിൽ കാണുന്നതിൽ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പൊ QR കോഡ് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് സ്കാൻ ചെയ്യാം. നമ്മളെ മൊബൈൽ എടുത്ത് വെച്ച് സ്കാൻ ചെയ്യാം. സ്കാൻ ആവുന്ന സമയത്ത് ഇവിടെ കാണാം വാച്ച് ഇവിടെ വാച്ചിലൂടെ കാണിച്ചിട്ടുണ്ട് പേരെന്നും പറഞ്ഞ്. അപ്പൊ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ വാച്ച് മുതലായിട്ട് ഇപ്പൊ പെയർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ഓക്കെ പെയർ കൊടുക്കുക. നമ്മൾ പെയർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ടേൺ ഓൺ. ഇനി എന്തൊക്കെ നമുക്ക് അലൈത് വേണോ എന്നുള്ള ചോദിക്കും. അതൊക്കെ നമുക്ക് എന്തൊക്കെ വേണോ അതെല്ലാം നമുക്ക് അലൈത് കൊടുത്താൽ മതി. ഞാൻ ഇവിടെ എനിക്ക് വേണമെന്ന് മാത്രം അലൈ എടുത്തിട്ടുണ്ട്. ടാപ്പ് ചെയ്യുക. ഇപ്പൊ നമ്മളെ വാച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മളെ വാച്ച് ഇപ്പം മൊബൈലായിട്ട് കണക്ട് ആയിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഇത് ഒരുപാട് ഡയലി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾ ഇവിടെ ഞാൻ എന്റെ ഇട്ടേക്കുന്ന ഡയൽ ഇതാണ്. നിങ്ങൾക്ക് ഇതിൽ ഡയൽ മാറ്റി ഇനി വേറെ ഡയൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഫ്രീ ആയിട്ട് കുറെ ഡയൽ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്ത് ഈ ഡയലിലോട്ട് ആക്കാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫോട്ടോസോ പിക്ചർ വേണമെങ്കിൽ നമുക്ക് അത് ചെയ്യാൻ പറ്റും. ഇതിൽ വീഡിയോ ട്യൂട്ടോറിയൽ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ കാണാൻ പറ്റും. ഇതിപ്പോ ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ വാച്ചിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഇപ്പൊ ഇവിടെ ഓരോ വാച്ച് എങ്ങനെ കണക്ട് ചെയ്യുന്നുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ തന്നെ ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. അതിലൊക്കെ എല്ലാം അതിൽ നമുക്ക് ട്യൂട്ടോറിയൽ കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്താൽ മതി. ഇവിടെ അതിന് ഓരോന്നിനെ കുറിച്ചുള്ള കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയാണ് ഇതിനെക്കുറിച്ചുള്ള കേസുകളല്ല. ഇനി നമുക്ക് ബാക്കിയുള്ള കേസുകളെല്ലാം ഇതിൽ ഇവിടെ കാണാൻ പറ്റും. അതിനൊക്കെ നമുക്ക് ഇനി ഇതിൽ കോൾ ചെയ്യാൻ പറ്റും.
നമുക്കൊന്ന് കോൾ ചെയ്ത് നോക്കാം. വാട്സാപ്പിൽ ഒന്ന് കോൾ ചെയ്ത് നോക്കാം നമുക്ക്. അപ്പൊ കോൾ ചെയ്തിട്ടുണ്ട്, കോൾ ഇപ്പൊ പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ കോൾ ഇപ്പൊ ഇനിയിപ്പോ വേണ്ടെന്ന് നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് മൊബൈൽ തന്നെ ഇവിടെ കട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഇനി ഇങ്ങോട്ട് വരുന്ന കോളും കൂടെ നോക്കാം. ഇങ്ങോട്ട് നമുക്ക് കോൾ വരുമ്പോൾ കറക്റ്റ് നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വരുന്ന കോൾ ഇപ്പൊ എടുക്കുകയാണ്. അപ്പൊ ഞാൻ കോൾ ഇപ്പൊ എടുത്തിട്ടുണ്ട്. ഹലോ, ഇത് സംസാരിക്കാൻ നല്ല കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഈ വാച്ച് സംസാരിക്കണ അപ്പൊ എനിക്കിപ്പോ നല്ലപോലെ കേൾക്കാം, നല്ല രീതിയിൽ കേൾക്കാം. നമുക്ക് കട്ട് ചെയ്യാനും ഇതിനൊക്കെ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ടാപ്പ് ചെയ്ത് തന്നെ കട്ടാവും. അപ്പൊ നമുക്ക് ഈ വാച്ച് വെച്ച് നമുക്ക് വോയിസ് കോളൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്കിത് വാച്ച് ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സൈഡിലോട്ട് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാച്ച് ഇവിടെ ഇപ്പോൾ ലോക്ക് ആവും. അടിപൊളിയായിട്ടൊരു വാച്ചാണ്. അപ്പൊ നിങ്ങൾ മേടിച്ചൊന്ന് യൂസ് ചെയ്ത് നോക്കുക. ഒരുപാട് ഇതിനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഫീച്ചർ പറയാനുണ്ട്. അങ്ങനത്തെ അടിപൊളി വാച്ചാണ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്ത ബെല്ലൈക്കൺ ആളാക്കലും മറക്കരുത്. നിങ്ങൾ ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. നിങ്ങൾ ലൈക്ക് തന്നെ കാണുക. നിങ്ങൾ ലൈക്കും ഷെയറും കമന്റും നമുക്ക് അടുത്തടുത്ത വീഡിയോ ചില പ്രചോദനം. അപ്പോൾ നല്ലൊരു വർക്കുമായി വീണ്ടും നമുക്ക് അടുത്ത വീഡിയോ കാണാം.